ദൈവസ്നേഹം അനുഭവിക്കുന്നതിനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും തടസ്സം നിൽക്കുന്ന പാപാവസ്ഥയെ നല്ല കുമ്പസാരത്തിലൂടെ തുടച്ചു നീക്കണമെന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നേടിത്തന്ന രക്ഷ അവിടുത്തെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വന്തമാക്കണമെന്നും ഇങ്ങനെ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരങ്ങളിലൂടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഇവ ഉണ്ടാകുമ്പോൾ അവിടുന്ന് തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്നും കഴിഞ്ഞ സെഷനുകളിലൂടെ നാം ആഴത്തിൽ ഗ്രഹിച്ചു. അടുത്തതായി കൂട്ടായ്മയെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ സ്ലൈഡ് പ്രസന്റേഷനുമായി ടോംസൺ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ടോംസൺ ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവ് ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് കഴിഞ്ഞ ആഴ്ചയില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മള് കേൾക്കുകയുണ്ടായി. പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥനയൊക്കെ നമ്മള് കൂട്ടായ്മകളിൽ നടത്തുകയും ചെയ്തു. നമ്മൾ ഇനി കൂട്ടായ്മ എന്താണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ ഒന്നിച്ചു വരവിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ചിത്രത്തിൽ പോലും കാണുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. ആ സ്നേഹത്തിന്റെ അടയാളം കരങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് കാണിക്കുന്നത് നമ്മളോട് മനോഹരമായിട്ട് കാണുക. പ്രിയമുള്ളവരെ, നമ്മൾ കൂട്ടായ്മ എന്താണെന്നൊന്ന് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. കൂട്ടവും കൂട്ടായ്മയും രണ്ടും രണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജീവനില്ലാത്ത ഒരു കൂട്ടം വിറക് കിടക്കുന്നത് കാണാം. തൊട്ടിപ്പുറത്ത് ജീവനുള്ള ഒരു കൂട്ടം മനുഷ്യരെയും കാണാം. ജീവനില്ലാത്ത വിറക് കൂട്ടം വെറും കൂട്ടം തന്നെയാണ്, നമുക്കറിയാം. ജീവൻ ഉണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ ഇതൊരു കൂട്ടം തന്നെയാണ്. കാരണം ഒരു ആശയത്തിന്റെ പേരിൽ ഒന്നിച്ചു കൂടുന്ന മനുഷ്യരാണ്. അവർക്ക് ചലനാത്മകതയൊക്കെ ഉണ്ടെങ്കിലും അതൊരു ആശയത്തിന്റെ പേരിലുള്ള ഒരു കൂട്ടമായതുകൊണ്ട് അതിന് കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ല, അതൊരു കൂട്ടം തന്നെയാണ്. അതുപോലെ ഈ പ്രപഞ്ചം ദൈവാംശമുള്ള, ചലനമുള്ള, പരസ്പര ആകർഷണമുള്ള ആകാശഗോളങ്ങളുടെ ഒരു കൂട്ടമാണ്. പരസ്പരം ആകർഷണമുണ്ട്, അതുപോലെ ചലനാത്മകതയാണ്, അതുപോലെ ദൈവാംശവും ഉണ്ട്. കാരണം ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോ അതും ഒരു കൂട്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാല് ഈ ഒരു ജീവനില്ലാത്ത ഒരു ശരീരം, അതൊരു ഒരു കൂട്ടം അവയവങ്ങൾ മാത്രമാണ് ഒരു ജീവനില്ലാത്ത ശരീരം എന്ന് പറയുന്നത്. അപ്പം ഒരു കൂട്ടം അവയവങ്ങൾ എന്ന് പറയാം. എന്നാല് ആത്മാവും ജീവനും ആത്മാവുമുള്ള ശരീരം ചലനാത്മകവും ക്രിയാത്മകവുമാണ്. അതാണ് ഈ കൂട്ടവും കൂട്ടായ്മയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ആത്മാവുള്ള ശരീരം അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നതാ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ കൂട്ടായ്മ വെറും ഒരു കൂട്ടമാണ്. ചലനമില്ലെങ്കിൽ അത് കൂട്ടമാണ്. പക്ഷെ അത് ചലനാത്മകമാകുമ്പോൾ ആത്മാവുള്ള ശരീരം അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. അവിടെ ചലനാത്മകമാണ്, ക്രിയാത്മകമാണ്. അങ്ങനെ വലിയൊരു മാറ്റം വരും. പ്രിയമുള്ളവരെ, അതാണ് നമ്മൾ കാണുന്നത്. ഈ കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് ക്രിയാത്മക ശക്തിയായ പരിശുദ്ധാത്മാവാണ്. അതാണ് കൂട്ടത്തെ കൂട്ടായ്മയാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മ സാന്നിധ്യം വരുമ്പോഴേക്കും കൂട്ടം കൂട്ടായ്മയായി മാറും. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥന നടത്തിയ ഓരോ കൂട്ടായ്മയിലും നമ്മൾ അനുഭവിച്ച ഒരു ആനന്ദമുണ്ട്. അതാണ് ആ കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്, ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു, ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു, ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു, അവർ ഒരു കൂട്ടായ്മയായി തീരുന്നു. ഇതൊരു മിറക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വരുമ്പോഴേക്കും ഈ ചിത്രം അങ്ങ് മാറുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഈ ആഗ്രഹങ്ങള്, ചിന്തകള്, നമ്മുടെ ഇഷ്ടങ്ങള് ഒക്കെ ഏകീകരിക്കപ്പെടുക. അങ്ങനെയാണ് കൂട്ടായ്മയായി മാറുക. അതാണ് പരിശുദ്ധാത്മ നിറവുള്ള സ്നേഹ കൂട്ടായ്മ. അവിടെ ഒരേ മനസ്സ്, ഒരേ ആശയം, ഒരേ ലക്ഷ്യം, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ദൈവരാജ്യ അനുഭവം. ആ ദൈവരാജ്യ സംസ്ഥാപനമാണ് ഈ പരിശുദ്ധാത്മ നിറവിലുള്ളവരുടെ ആശയം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒരു കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ത്രിയേക കൂട്ടായ്മയുടെ മനോഹാരിത നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ആരാണ് വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ആ കൂട്ടായ്മയുടെ ആ ഒരു സ്നേഹവും തുല്യതയും സമഭാവനയും ഒക്കെ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ശരിക്കും ദൈവം ഈ കൂട്ടായ്മയിലാണ്
മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ ഉൽപ്പത്തി 2:18 പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുക. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും കൂട്ടായ്മയുടെ ശക്തിയിലാണ് വളർന്നു വരുന്നത്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് നമ്മൾ കാണുക. അവിടെ ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില്. പ്രിയമുള്ളവരെ, അതായത് മനുഷ്യരും ഒരു കൂട്ടായ്മയിലാണ് വളരുന്നത്. നമുക്കറിയാം, ഒരു കുടുംബമായിട്ട് എബ്രാഹത്തെ ഒരു കുടുംബമായിട്ട് ഊറിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് ഒരു കുടുംബമായി അവനെ മാറ്റിയെടുത്തിട്ട് ഒരു ജനതയായി കൂട്ടായ്മയിൽ വളരാനുള്ള ഒരു ക്ഷണം അബ്രാഹത്തിന് നൽകുന്നത് നമ്മൾ മനോഹരമായിട്ട് കാണുക. ഉൽപ്പത്തി 12:2 പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ പറയാം, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്ത് അവനെ ഒരു ജനതയായി വളർത്തി ഒരു വലിയ സമൂഹത്തെ രൂപീകരിക്കുക. മനുഷ്യർ കൂട്ടായ്മയിലാണ് വളരുന്നതെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി മനുഷ്യരെ അവിടെ അങ്ങ് ഏകമായി വിട്ടേക്കുകയല്ല ദൈവം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു കൂട്ടായ്മയും ഇവിടെ കാണുന്നുണ്ട്. പുറപ്പാട് 3:15 അവിടുന്ന് പറയുന്നു, അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, മോശയെ പറഞ്ഞു വിടുക ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക്. അയ്യോ, ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയ മോശയോട് ദൈവം പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, അവിടെ ഒരു കൂട്ടായ്മയാണ്, എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് നീ അവിടെ പോയി പറയുക ധൈര്യമായിട്ട്. നീ ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. അവിടെയും നോക്കുക, വളരെ മനോഹരമായിട്ട് കൂട്ടായ്മയുടെ വചനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സഭാപ്രസംഗകർ ഇവിടെ പറയുക, നമുക്കറിയാം, കാർമൽ ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ ഈ വചനം, 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. 2 പേർക്ക് ഒന്നിച്ച് ഫലപ്രദമായിട്ട് അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് നമുക്കറിയാം, ഒറ്റയ്ക്കൊക്കെ പല കുടുംബങ്ങളിലും ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു മാതാവ് മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള വീടുകളൊക്കെ കേരളത്തിൽ നിന്ന് ഒത്തിരി അധികമുണ്ട്. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്കായിരിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എന്നാൽ 2 പേരുണ്ടെങ്കിൽ അവർക്ക് ഒന്നിച്ചു കിടന്നാൽ ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും എന്നൊക്കെ സഭാപ്രസംഗം ഇങ്ങനെ നമ്മളോട് ചോദിക്കുക. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. അവിടെ തന്നെ ഒരു കൂട്ടായ്മ, 2 പേരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിച്ചവർക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു, മുപ്പിരിച്ചരട്, അല്ലെ, കയറൊക്കെ പിരിക്കുമ്പോൾ നമുക്കറിയാം, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. അത് കൂട്ടായ്മയാണ്, കൂട്ടായ്മയുടെ ശക്തിയാണ് അവിടെ പറയുന്നത്. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല എന്ന് സഭാപ്രസംഗൻ പറയുക. പ്രിയമുള്ളവരെ, ഈശോയുടെ ഭൗമിക തിരുക്കുടുംബ കൂട്ടായ്മ നമ്മൾ കാണുക. ഈശോ ഭൂമിയിലായിരുന്നുകൊണ്ട് ഔസേപ്പിതാവിന്റെയും മാതാവിന്റെയും കൂടെ നയിക്കുക. ഈ ചിത്രത്തിൽ കാണാം, ഔസേപ്പിതാവ് തടിയറക്കുമ്പോൾ കൂടെ പിടിച്ചു കൊടുക്കുന്ന ഉണ്ണീശോയെ നമ്മൾ കാണുന്നത്. ഈശോയുടെ ഈ തിരുക്കുടുംബ കൂട്ടായ്മയിലെ മനോഹരമായ ജീവിതം നമ്മൾ ഭൂമിയിൽ കാണുന്നുണ്ട്. സ്വർഗത്തില് ത്രിത്വൈക കൂട്ടായ്മയിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് തിരുക്കുടുംബ കൂട്ടായ്മയിലെ ആ സ്വർഗത്തിലെ അതേ അനുഭവം തന്നെ ഭൂമിയിലും അനുഭവിച്ച് വളരുന്ന ഈശോയെ നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ വളർന്ന ഈശോ ഒറ്റയ്ക്കല്ല പ്രഘോഷണം നടത്തിയത്. യേശുവിന്റെ ശിഷ്യരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമ്മൾ കാണുന്നുണ്ട്. ആ കൂട്ടായ്മയിലാണ് ഈശോ അവർക്ക് വചനം പകർന്നു കൊടുക്കുന്നത്. അതാണ് മർക്കോസിന്റെ സുവിശേഷം 3:14 പറയുന്നത്, തന്നോട് കൂടി ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് അവന് ഇഷ്ടമുള്ള കുറച്ചു പേരെ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവർ, അങ്ങനെ ശിഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഈശോ തന്റെ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം സംഭവിക്കുന്നത്. പരിശുദ്ധ മറിയവും ശിഷ്യന്മാരും കൂടെ ഒന്നിച്ചിരുന്ന് സെക്യൂരിറ്റിശാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേല് അവരൊന്നിച്ചിരുന്ന് ഏകമനസ്സോടെ പ്രാർത്ഥിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നത്. അങ്ങനെ ഏകമനസ്സോടെ പ്രാർത്ഥിച്ചവരുടെ മേലാണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്. അപ്പൊ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മ പ്രവർത്തനം വളരെ ശക്തമായി വരുന്നത് എന്നത് ഇതൊരു അടയാളമാണ്. അതുകൊണ്ട് തന്നെയാണ്
ഈ ആത്മനിറവിൽ കൂട്ടായ്മ അനുഭവത്തിലേക്ക് മനുഷ്യൻ വരുന്നു. നോക്കി അവന്റെ വചനം ശ്രമിച്ചവർ എന്ന് പറഞ്ഞാൽ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ അതുവരെയും ഭയന്ന് ഓടിയിരുന്ന പത്രോസ്ലീഹ പരിശുദ്ധാത്മാ ശക്തി നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ഉള്ളിൽ ഉണ്ടായ ആ അഗ്നി, അവൻ എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്നിരുന്ന എല്ലാവരോടും വചനം പ്രസംഗിച്ചപ്പോൾ അവന്റെ വചനം ശ്രമിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ, പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത് നമ്മൾ കാണുക. ആ കൂട്ടായ്മ അനുഭവത്തിലേക്ക് അവര് വളരുന്നത് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, തിരുസഭയാകുന്ന കൂട്ടായ്മ അങ്ങനെയാണ് രൂപം പ്രാപിച്ചത്. തിരുസഭയാകുന്ന കൂട്ടായ്മയുടെ ജന്മദിനം എന്ന് പറയുന്നത് പന്തക്കുസ്ത ദിനമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. തിരുസഭയാകുന്ന കൂട്ടായ്മ അത് ഇങ്ങനെ വളർന്നു വരിക. അതാണ് നമ്മൾ കാണുന്ന അപ്പസ്തോല പ്രവൃത്തിയിൽ തന്നെ നമ്മൾ കാണുന്ന ആദിമ ക്രൈസ്തവ സഭയില് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്ന് കാണുക. നമ്മൾ ഇപ്പോഴ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്. അപ്പസ്തോല പ്രബോധനമുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പം മുറിക്കലുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അതുപോലെ നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവൃത്തി 2:44 കാണുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഈ ഭൂമിയാണ് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ഒരു പറുദീസ എന്ന് പറയുന്നത്. അതിർവരമ്പുകൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമി എല്ലാവർക്കും സമൃദ്ധി നൽകുന്ന ഒരു പറുദീസ തന്നെ ആയിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ദിനത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഭൂമി പൊതുഭവനം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ആ കൂട്ടായ്മയിലേക്ക് വളരാനാണ്, ആ ദൈവരാജ്യ കൂട്ടായ്മയിലേക്ക് വളരാനാണ് നമുക്ക് ഈ വചനങ്ങളിലൂടെ നമുക്ക് ആഹ്വാനം ലഭിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, ഇവിടെ അപ്പസ്തോല പ്രവൃത്തി 2:46 ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു എന്ന് വചനം ഇവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറയുക. അപ്പൊ കൂട്ടായ്മയിലാണ് ദൈവരാജ്യ വളർച്ച, അതിന്റെ വളർച്ച അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ കൂട്ടായ്മയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യയിലെ ഞങ്ങളുടെ കൂട്ടായ്മ, അത് ഇപ്പോഴും ജപമാല കൂട്ടായ്മ ഇപ്പോഴും ഉണ്ട്. ഓൺലൈനായിട്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചെയിൻ ജപമാല നടക്കുന്നുണ്ട് ആ കൂട്ടായ്മയില്. ആ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനാകുന്നതിന് മുമ്പേ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേര് ഇട്ട് വിളിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാ. ആ കൂട്ടായ്മയില് പരസ്പരമുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു ബന്ധം വളരെയധികം ശ്ലാഘനീയമായിരുന്നു. കാരണം വെച്ചാല് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അവരിലേക്ക് ഓടിച്ചെല്ലുകയും അവരെ സഹായിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്സ് അവിടെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ആക്സിഡന്റിൽ പെട്ട് 2006 ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റില് ഞങ്ങള് 5 പേരുണ്ടായിരുന്നു എന്റെ വണ്ടിയിൽ. 5 പേർക്ക് വണ്ടി കടലാസ് ഉരുട്ടി പോലെ ആയിപ്പോയി. ഷവർലയുടെ ലൂമിന ആയിരുന്നു വണ്ടി, പക്ഷെ അത് കടലാസി ഉരുട്ടി പോലെ. അതിനകത്തുനിന്ന് 5 പേര് എങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് ഈ വാഹനം കണ്ടവരൊക്കെ ചോദിക്കും. ഞങ്ങളെ എടുത്ത് ഇമ്മീഡിയറ്റ്ലി അവര് 2 ആംബുലൻസിലായിട്ട് ഞങ്ങളെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലില് 50,000 റിയാല് കെട്ടിവെക്കാതെ ആർക്കും ചികിത്സ ആരംഭിക്കില്ല എന്ന് ഒരു നിയമം അവിടെ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സത്യത്തില് ഈ 50,000 റിയാല് കെട്ടിവെക്കാൻ ആരോ വന്നു, അവര് കെട്ടിവെച്ചു. ഞങ്ങളുടെ ചികിത്സ ഞങ്ങൾ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അവർ ആരംഭിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാല് കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന, അങ്ങോട്ട് ഓടിയെത്തുന്ന ഒരു വലിയ ഒരു സ്നേഹം അവിടെ ഉണ്ട്. അതാണ് കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത്. ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത് അതാ. അങ്ങനെ കൂട്ടായ്മയുടെ നിരവധി അനുഭവങ്ങൾ പറയാനായിട്ട് എനിക്കുണ്ട് പ്രിയമുള്ളവരെ. കൂട്ടായ്മയില് ഏക മനസ്സാകുന്നു, അവിടെ സ്നേഹം വളരുന്നു. അവിടെയാണ് സ്നേഹം വളരുന്നത്. ബന്ധങ്ങൾ ദൃഢമാകുന്നു. അവിടെയെല്ലാം ബന്ധങ്ങള് വളരുന്നതും ദൃഢമാകുന്നതും അവിടെയാ. അതുപോലെ പങ്കുവയ്ക്കൽ വളരുന്നു. പ്രിയമുള്ളവരെ, എന്റെ പ്രിയതമയ്ക്ക്, എന്റെ വൈഫിന് ഒരു ചെറിയ കുഞ്ഞൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ കാല് ഒന്ന് ഒഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം 1.5 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലിരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഓർക്കുക, ഈ കൂട്ടായ്മയില് 10-21 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് എല്ലാ ദിവസവും തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരിക.
എന്റെ വീട്ടില് എന്നെ കൊണ്ടൊന്ന് കുക്ക് ചെയ്യാൻ പോലും അവര് സമ്മതിച്ചില്ല. അവര് ഓരോ ദിവസവും കറികളും ചോറും അതും ഇതും എല്ലാം കെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ അനുഭവം ഞാനിപ്പോ ഓർക്കുകയായിരുന്നു. ഈ പങ്കുവയ്ക്കൽ വളരുന്നതൊക്കെ ഈ കൂട്ടായ്മ അനുഭവത്തിലാണെന്ന് ഇത് പറയാൻ വേണ്ടി ഞാൻ ഓർത്തതാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമ്മുടെ സമർപ്പണം ആഴപ്പെടുന്നത് കൂട്ടായ്മയിലാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു വലിയ ബലമാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ സമർപ്പണം ആഴപ്പെടുവാൻ കാരണമാക്കുന്നതാണ് പ്രിയമുള്ളവരെ. അതുപോലെ പരസ്പരം വളർച്ച നടക്കുന്നത് കൂട്ടായ്മയിലാണ്. കൂട്ടായ്മയിൽ ഇരുന്ന് വളർന്ന് എത്രയോ പേര് വലിയ പ്രഘോഷകരും വലിയ ശുശ്രൂഷകരുമായി തീരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവർ. അതുകൊണ്ട് പരസ്പരം സഹായിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് കൂട്ടായ്മയിലാണ്. അതുപോലെ തിരുത്തലുകൾ സാധ്യമാകുന്നത് കൂട്ടായ്മയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തിരുത്താൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് വളരാനേ സാധിക്കത്തില്ല. പ്രത്യേകിച്ചും ആത്മീയതയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മിസ്യോയിലൊക്കെ ഇതുമാത്രം നമ്മള് ഈ പ്രോഗ്രാമിന് ഇതുപോലെ സെഷൻ വരുന്നതിന് മുമ്പ് നമുക്ക് ട്രയൽ മീറ്റിംഗ് ഉണ്ട്. ആ ട്രയൽ മീറ്റിംഗിൽ നമ്മൾ ഇതുപോലെ പ്രഘോഷണം നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇതിങ്ങനെ ഒരു തിരുത്തൽ വേണം, ഇങ്ങനെയും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്താൻ നല്ലതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സഹായിക്കുന്നത് വളരെ മനോഹരമാണ്. തിരുത്താൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് അതൊരു വലിയ ഒരു വാക്യൂമാണ്. തിരുത്താൻ ആരെങ്കിലും ഉള്ളതൊരു ഭാഗ്യമാണ് പ്രിയമുള്ളവർ. അങ്ങനെ ഈ തിരുത്തലുകൾ സാധ്യമാകുന്നതും ഈ കൂട്ടായ്മയിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ പ്രാർത്ഥനയിലും പഠനത്തിലും ഒക്കെ വളരാൻ നമുക്ക് പ്രചോദനം ലഭിക്കുന്നത് കൂട്ടായ്മയിലാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും പ്രഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ അവിടെ വലിയൊരു വിലയുണ്ട് അതിന്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അപ്പൊ പ്രാർത്ഥനയിലും പഠനത്തിലും വളരുന്നത് കൂട്ടായ്മയിലാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നത് കൂട്ടായ്മയിലാണ്. അതാണ് എഫെസ്യ ലേഖനം 4:32 ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. അപ്പൊ ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, സഹോദരയാകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഓർക്കസ്ട്രത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വചനം നമ്മൾ കണ്ടോ. അപ്പം ഈ ഒരു ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്ന കൂട്ടായ്മയിലാണ്. ആഴമായ ക്രിസ്തു അനുഭവത്തിൽ നമ്മളെ വളരാൻ സഹായിക്കുന്നത് കൂട്ടായ്മയാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നത് കൂട്ടായ്മയാണ്. ദൈവവചന ധ്യാനം, അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വചനങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ കൂട്ടായ്മയിലാണ്. അതുപോലെ കൗദാശി ജീവിതത്തിൽ നമ്മളെ വളരാൻ സഹായിക്കുന്നത് സഭയാകുന്ന കൂട്ടായ്മയിലാണ്. അപ്പൊ സഭയിലായിരുന്നുകൊണ്ട് സഭയാകുന്ന കൂട്ടായ്മയിൽ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കൗദാശി ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ തൊട്ടവരും സുഖപ്പെട്ടുവെങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിന്റെ ശരീരരക്തങ്ങൾ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എത്രയോ രോഗങ്ങൾ മാറിപ്പോകുന്നു. അങ്ങനെ നമ്മളെ ഈ കൂട്ടായ്മ അനുഭവത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും, അതായത് ഒരു അപ്പന്റെ മക്കളും ഒരു അപ്പത്തിന്റെ അവകാശികളുമാക്കി നമ്മളെ മാറ്റുന്നത് ഈ കൂട്ടായ്മ അനുഭവമാണ് പ്രിയമുള്ളവര്. അതുപോലെ വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് കൂട്ടായ്മയാണ്. കൂട്ടായ്മ അനുഭവത്തിൽ വരുമ്പോഴാണ് മറ്റൊരുവന്റെ പ്രയാസം കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. അതുപോലെ ദശാംശം പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, ദശാംശം പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടി പാട്ടുപാടിയ ഡേവിസ് 500 റിയാല് സാലറി വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് 50 റിയാല് മാറ്റിവെച്ച് ദശാംശം കൊടുക്കുന്നത് കണ്ട് പഠിച്ചവനാ ഞാൻ. അന്ന് എനിക്ക് 1200 റിയാല് സാലറി ഉണ്ട്. ആ സമയത്ത് ഞാൻ ഓർക്കുക, 500 റിയാല് സാലറി ഉള്ളവൻ ഈ 50 റിയാല് മാറ്റിവെച്ച് ദശാംശം കൊടുക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് ബാധ്യസ്ഥനാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങിയതാ. പ്രിയമുള്ളവരെ, ഈ ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് സ്വർഗം തുറഞ്ഞ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവിനെന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുക. നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരിക, സ്വർഗം തുറന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവിൻ. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ലഭിക്കുന്ന ഒരു വചനം അത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പ്രിയമുള്ളവർ. അതുകൊണ്ട് ദശാംശം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിന്റെ, നമ്മള് എന്താ പറയാ, രാത്രിയില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വിയർപ്പിന്റെ വില കൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മറ്റൊരാളും കൂടെ അവന്റെയും കൂടെ വിശപ്പ് മാറുന്നുണ്ടെന്നുള്ള ഒരു തോന്നല് നമുക്ക് നല്ല ദഹനം ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് അനുഭവിക്കുന്നവരാണ് ഞാൻ.
അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയാൻ കാര്യം. എന്റെ മക്കളാണെങ്കിലും അത് അനുവർത്തിച്ച് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ആത്മീയ ശിക്ഷണത്തിൽ നമ്മളെ വളർത്തുന്നത് ഈ കൂട്ടായ്മയാണ്. എല്ലാ തരത്തിലും നമ്മളെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കൂട്ടായ്മയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതാണ് ആത്മീയ ശിക്ഷണം എന്ന് പറയുന്നത്. അത് വലിയൊരു അനുഭവമാണ്. മിസിയോ കൂട്ടായ്മയിൽ അത് എപ്പോഴും ഞാൻ ആസ്വദിക്കുന്നതാണ്. അനേകം പേര് എന്നെ തിരുത്തി തരാറുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ തിരുത്താൻ ആരും ഇല്ലാത്തതാണ് ദൗർഭാഗ്യകരമായ കാര്യം. പക്ഷെ തിരുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ദൈവികമായ ബന്ധത്തിൽ ആഴപ്പെടാൻ, കൂട്ടായ്മയിൽ വളരാനും നമ്മളെ ഈ കൂട്ടായ്മ അനുഭവം നമുക്ക് വളരെ ശക്തമാണ്. ആ അനുഭവം നമ്മളെ പങ്കുവയ്ക്കും. ഇതുകൊണ്ട് ഇവിടെ ഈ വചനം പറയുന്നത് 1 യോഹന്നാൻ 1:3 പറയുന്നു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് കേട്ടതും കണ്ടതും അത് തുടങ്ങുന്ന ഭാഗം പോലെ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ കേട്ടതും തൊട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അത് എന്തിനാണെന്ന് പറയുക, ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാവേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. പരിശുദ്ധാത്മ നിറവിൽ വന്നു കഴിയുമ്പോഴാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവിനോടും പുത്രനോടും അവിടുത്തെ പുത്രനായ യേശുമിശിഹായോടും കൂട്ടായ്മ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവാകുന്ന ആ ശക്തിയിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും വളരാനാകുകയില്ല. ഒരുമയിൽ മാത്രമേ നമുക്ക് വളരാനാവുകയുള്ളൂ. നമ്മുടെ ശരീരം പോലും ഒരു കൂട്ടായ്മയാണ്. ഞാൻ നേരത്തെ തന്നെ അത് പറയുകയുണ്ടായി. അതുപോലെ ഈ കൂട്ടായ്മയുടെ ആത്മീയതയെ കുറിച്ച്, സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിനെ കുറിച്ച് നോവോ മില്ലേനോ എന്ന് പറയുന്ന ആ ഒരു അപ്പസ്തോലിക പ്രബോധനത്തില് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് എപ്രകാരമാണ് നമ്മൾ കാണുക. എന്നാൽ കൂട്ടായ്മയുടെ ആത്മീയത എന്നാൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടും മുന്നേറുക എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും, എനിക്ക് നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള, അതായത് ത്രിത്വത്തിന്റെ കൂട്ടായ്മ, ആ ത്രിത്വത്തെക്കുറിച്ചുള്ള ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കുവാനുള്ള ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ത്രിത്വം മറ്റൊരാളുടെ ഉള്ളിലും ഉള്ളപ്പോൾ അവിടെ തന്നെ കൂട്ടായ്മയായി. അപ്പൊ അതാണ് ജോൺ പോൾ മാർപ്പാപ്പ വളരെ ശക്തമായ രീതിയിൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. ഇവിടെ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ 28ാമത്തെ ഖണ്ഡികയിൽ അവിടുന്ന് പറയുക, ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനം, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടായ്മ എന്ന് പറയുന്നത് ഇടവക കൂട്ടായ്മയാണല്ലോ. അപ്പൊ ആ ഇടവക കൂട്ടായ്മയെ കുറിച്ച് പറയുകയാണ്. ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി മുമ്പോട്ട് പറയുക, ദാഹിക്കുന്നവർ തങ്ങളുടെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യസങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക എന്നൊരു നിർവചനം കാണുമ്പോൾ ഹൃദയം നിറഞ്ഞു പോകുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഫ്രatelli tutti എന്ന് പറഞ്ഞാല് ഈ ഭൂമി പൊതുഭവനമാണെന്നും സകലരും സഹോദരരാണെന്നും മാർപ്പാപ്പയ്ക്കല്ലാതെ മറ്റാർക്ക് പറയാൻ സാധിക്കും അങ്ങനെ. അപ്പം എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നും ഭൂമി നമ്മുടെ പൊതുഭവനവുമാണെന്നുള്ള ഒരു ആശയത്തിലേക്ക് വളരുമ്പോൾ മാത്രമേ ദൈവരാജ്യ അനുഭവം നമുക്ക് ഈ ഭൂമിയിൽ സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനാകുന്നതാണ്. ആ കൂട്ടായ്മ തന്നെയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ആ ക്ഷണം നമുക്ക് സ്വീകരിച്ച് ഈ കൂട്ടായ്മ അനുഭവത്തിൽ വളരാനായിട്ട് നമുക്ക് ഒന്ന് പരിശ്രമിക്കാം പ്രിയമുള്ളവരെ. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏക മനസ്സോടെ വിശ്വാസത്തിൽ ഒറ്റ സമൂഹമായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പങ്കുവച്ചും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൈവരുന്ന ഹൃദയ ലാളിത്യവും ആഹ്ലാദവും അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹവും എത്ര ഉത്കൃഷ്ടമാണെന്ന് മനോഹരമായ സ്ലൈഡുകളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്ന ടോമസൻ ചേട്ടന് ഒത്തിരി നന്ദി. ഇത് ചുമ്മാ വിഷയം നന്നായിട്ട് പറയാനുള്ളതല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ഒരു കൂട്ടായ്മ
കൂട്ടായ്മയിൽ ഇങ്ങനെ വളരുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ, നമ്മളുടെ ഇടവകയിലെ, നമ്മുടെ ഇടവക യൂണിറ്റുകളില് ഒക്കെ ഇങ്ങനെ വളർന്ന് 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 പിന്നെ ഭൂലോകം മുഴുവനും ദൈവരാജ്യമായിട്ട് രമേശൻ പറഞ്ഞതുപോലെ മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തിയത് അല്ലേ, സകലരും ദൈവ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് അങ്ങോട്ട് വളരുമ്പോൾ എന്തൊരു രസമായിരിക്കും. യോഹന്നാൻ പറഞ്ഞ കാര്യമൊക്കെ രമേശൻ പറഞ്ഞില്ലേ, ഞങ്ങളിതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കുണ്ടായി നിങ്ങൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാനാണെന്ന്. അപ്പം നമ്മൾ ഈ സുവിശേഷം കേൾക്കുന്നതും പറയുന്നതും ജീവിക്കുന്നതും ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എല്ലാവരോടും പറയുന്നതും ഒക്കെ ഇങ്ങനെ ആ ഒരു നല്ല കൂട്ടായ്മ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അനുഭവിച്ച് ആ സന്തോഷത്തില് ആരാധനാ സമൂഹമായിട്ട്, അതാണല്ലോ ദൈവജനം, അങ്ങനെ ഒരു കൂട്ടായ്മയിൽ വളർന്ന് പറഞ്ഞില്ലേ പങ്കുവെച്ച് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല ആദിമസഭയില്. അതുപോലെ ഇന്നും ഭൂലോകം മുഴുവനും പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ നമുക്ക് there is enough to meet the needs of every person in this world and in our country, but not enough to meet the greed of one person എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അത്യാഗ്രഹം തീർക്കാൻ ആർക്കും പറ്റുകയല്ല, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു ദശാംശ ശൈലിയും പങ്കുവയ്ക്കുന്ന സ്വഭാവവും ആ കൂട്ടായ്മയിലുള്ള സ്നേഹവും കോർത്ത് പിടിച്ചുള്ള മുമ്പോട്ട് പോക്കും ഒക്കെ നമ്മുടേതാകുമ്പോൾ ശരിക്കും ലോകം ദൈവരാജ്യമാകും. തമ്പുരാൻ ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവകുടുംബമായിട്ട് അപ്പം അങ്ങനെ വരുമ്പോഴാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ കയ്യിലാണെന്നുള്ളത് നമുക്ക് ഓർക്കാം. പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഓരോ ആ സന്ദേശത്തോടും അടിസ്ഥാന സുവിശേഷ സന്ദേശമാണ്. ഓരോ സന്തോഷത്തോടും ഓരോ സന്ദേശത്തോടും നമ്മുടെ പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതെങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എങ്ങനെ ഇത് നമ്മുടെ അനുഭവമാക്കും, പ്രയോഗമാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പം ദശാംശയിൽ വളരെ പ്രാക്ടിക്കലാ. ദശാംശം ഒന്നും അല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈശോ പറഞ്ഞില്ലേ മത്തായി 5:20, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പ്രീശരുടെയും നീതിയെ അതിശയിക്കുന്ന ഒരു നീതി ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഈ ദശാംശമൊക്കെ പണ്ടത്തെ പഴയ നിയമത്തിലെ നീതിയാ. അവിടെയൊന്നും നിൽക്കേണ്ടവരല്ലല്ലോ നമ്മള്. ഒത്തിരി വളരണം. അതുപോലെ പരസ്പരം എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ ശ്രമിച്ച കുറെ ലിസ്റ്റുകൾ കാര്യം ഇതിനകത്ത് കാണിച്ചല്ലോ എന്തൊക്കെയാണെന്ന്. അപ്പം ഇന്ന് തന്നെ നമ്മൾ ഈ ഓരോ പ്രാവശ്യത്തെ സെഷനും കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഓരോ പ്രത്യുത്തരം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലൊരു കൂട്ടായ്മയുടെ ഭാഗമാകുക. കൂട്ടായ്മയുടെ പറഞ്ഞില്ലേ, വളരാനും വളർത്താനും. എൻ്റെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണ്, മറ്റുള്ളവരെ വളർത്താൻ ഇത് ആവശ്യമാണ്. അപ്പം ഒരു കൂട്ടായ്മ ചുമ്മാ എവിടെയെങ്കിലും പോയി ഒരു കൂട്ടം പറഞ്ഞല്ലോ, കൂട്ടവും കൂട്ടായ്മയും ഒക്കെ കാണിച്ചു തന്നില്ലേ നമ്മളെ. വിറക് പോലെ ആയാലും ഒരു കാര്യത്തിന് വേണ്ടി വന്നൊരു ജനക്കൂട്ടം ആയാലും പോരാ, ശരിക്കും ഇങ്ങനെ നമ്മൾ ദൈവമക്കളാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പരസ്പരം പങ്കുവെച്ച് സ്നേഹിച്ച് അങ്ങനെ വളരുന്ന, താങ്ങിപ്പിടിച്ച് കരുതലോടെ അങ്ങനെ പോകുന്ന ഒരു കൂട്ടായ്മയാകണം. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു കൂട്ടായ്മ വളരാൻ അത് നമ്മൾ വിടാതെ പറ്റിയത്. നമ്മൾ പറയുമല്ലോ, അള്ളിപ്പിടുത്തം കൊണ്ടിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളിപ്പിടിച്ചിരിക്കുക. നമ്മൾ അതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ശരിക്കും എല്ലാവർക്കുമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ, അവിടെ ഇവിടെ ചേർത്ത് പിടിക്കാതെ മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിച്ച് കൂട്ടായ്മയായിട്ട് അവരുടെ ബുദ്ധിമുട്ട് എന്താ, അവരുടെ ആവശ്യം എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ അതിനെല്ലാം ഉത്തരമേകി നമ്മൾ ജീവിക്കുമ്പോഴാ ശരിക്ക് നല്ലൊരു കൂട്ടായ്മ വളരുക. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ സ്വാർത്ഥതയോടെ പിടിച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊക്കെ ഒന്ന് കൈയൊന്ന് തുറന്ന്, സഖ്യവസിനൊക്കെ പറ്റി നമുക്ക് അറിയാവുന്നതല്ലേ. ആ ദൈവസ്നേഹം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, വ്യക്തിപരമായ വ്യവസ്ഥകളാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നാ പോരാ. സഖ്യവസിന് അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എന്താ ഉണ്ടായത്? സഖ്യവസ് വേഗം ഇറങ്ങി വരാൻ പറഞ്ഞ് തോളെ കൈ വിട്ടുകൊണ്ട് വീട്ടിലോട്ട് പോയി. സഖ്യവസിന് ദൈവസ്നേഹം അങ്ങ് അനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോ സഖ്യവസ് പറഞ്ഞത്, എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദരിദ്രമായിട്ട് വെക്കാൻ പോവുകയാണ്. പിടിച്ചു പറിച്ചവർക്കെല്ലാം
പരിഹാരവും ഇല്ലേ, 4 ഇരട്ടി കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മ വളർത്താൻ തുടങ്ങുക. ഈശോയെ കണ്ടുമുട്ടി രക്ഷാനുഭവത്തിലേക്ക് വന്നവരെല്ലാം ശരിക്കും അങ്ങനെ മാറി. നമുക്കറിയാം അസസി പുണ്യന്റെ കഥ നമുക്കറിയാമല്ലോ. മദർ തെരേസയുടെ കാര്യം നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും അവർക്ക് വിൻസെന്റ് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് വിശുദ്ധരുടെ ചരിത്രമൊക്കെ എടുക്കുമ്പോൾ പിന്നെ സെയിന്റ് ബേസിൽ പറഞ്ഞല്ലോ, സഭാപിതാവ് ആദ്യകാലത്ത് നിങ്ങളുടെ ആവശ്യത്തിൽ കവിഞ്ഞ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഇന്ന് ആവശ്യത്തിലിരിക്കുന്ന നിന്റെ സഹോദരർക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെയാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങാനും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇല്ലാത്തപ്പോൾ ആഡംബരപൂർവ്വം ജീവിക്കാൻ ആർക്കാ അവകാശമുള്ളത്? പക്ഷെ നമ്മളൊന്നും അതേപറ്റി ഒന്നും ചിന്തിക്കാറില്ല. എന്നിട്ട് അളന്ന് തൂക്കി പിടിച്ചിരിക്കുന്ന സ്വഭാവമല്ലേ നമ്മുടെ. ഇതൊക്കെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവസ്നേഹത്തിന്റെ അനുഭവവും നമ്മൾ കുടുംബമാണെന്നുള്ള തിരിച്ചറിവും ഇതൊക്കെ ആ ദൈവസ്നേഹ അനുഭവത്തിലൂടെ ഇത് വരാത്തത് കൊണ്ടാ ഇപ്പോഴും നമുക്ക് പങ്കുവെച്ച് കൂട്ടായ്മയായിട്ട് വളരാൻ പറ്റാത്തത്. അങ്ങനെയൊക്കെ ഒന്ന് കൈ തുറന്നു കഴിഞ്ഞാല് അങ്ങനെ ഒഴുകുകയല്ലേ. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഇത് നമ്മൾ ഈ എടുത്തു വെച്ച് സൂക്ഷിക്കുന്നത് പോലെ സമ്പത്തും സാധനങ്ങളും ഒക്കെ എടുത്തു വെക്കുന്ന, അല്ലെങ്കിൽ കാറ്റ് വായു എങ്ങാനും പിടിച്ചു വെക്കാമായിരുന്നെങ്കിൽ മനുഷ്യന്മാരെല്ലാം വായും പൊളിച്ച് ശ്വാസത്തിന് കാറ്റില്ലാതെ കഷ്ടപ്പെട്ട് ചത്തുപോയനയില്ലേ. ദൈവാനുഗ്രഹം. വെള്ളമാണെങ്കിൽ ഇപ്പൊ ലിമിറ്റഡ് ആയിപ്പോയിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ശൈലിയൊക്കെ അങ്ങ് മാറി ആകെ നമ്മളൊന്നിങ്ങനെ തുറന്ന് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മളെല്ലാം അങ്ങോട്ട് അതിൽ സന്തോഷിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് സെലിബ്രേറ്റിംഗ് ദ യൂക്കറിസ്റ്റ് നമ്മൾ പറയുകയല്ലേ, വിശുദ്ധ കുർബാനയുടെ ആഘോഷം വരണമെങ്കിൽ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് എല്ലാവരും ഇതുവരെ പങ്കുവെക്കുന്ന ഒരു അവസരത്തിലേക്ക് വരണം. അപ്പൊ അതൊക്കെ വരാന്, അല്ലാതെ നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നടക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ 10, 100, 1000, 10,000 ചൊല്ലിയിട്ടും ഈ മനോഭാവത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഓർക്കാം. ഏതായാലും ഈ ആഴ്ച പതുക്കെ 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 നമ്മള് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നതിനെ പതുക്കെ ഒന്ന് തുറന്ന് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് അവരിലൊക്കെ ഈശോ പറഞ്ഞില്ലേ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴൊക്കെ എനിക്കാ ചെയ്തത്. അന്ത്യവിധിയെ പറ്റി പറയുന്നതൊക്കെ ശരിക്ക് ഇതാണ് നമ്മുടെ മാനദണ്ഡം. നമ്മള് സ്വർഗത്തിലോട്ട് കയറാനുള്ളതെന്നൊക്കെയാ പറയുന്നത്. അപ്പം നമ്മുടെ സഹോദരരെ കാണുമ്പോൾ അവരുടെ കണ്ണില്, അവരുടെ മുഖത്ത്, അവരുടെ ആവശ്യങ്ങളിൽ നോക്കുമ്പോൾ അവരെയൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ അംഗങ്ങളായിട്ട് കണ്ട് അവരുമായി പങ്കുവെച്ച് ജീവിക്കാനുള്ള, അവരുടെ വേദനകളിൽ വേദനിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുമായി പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു മനോഭാവത്തിലേക്ക് വളരാൻ നമുക്കും ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞ് ദൈവം സ്നേഹിക്കുന്നു, പക്ഷെ ഭാവാവസ്ഥ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ ഇതെല്ലാം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ പാപബോധത്തോടെ അയ്യോ എന്നിട്ടും മോചിക്കപ്പെട്ടവരായിട്ട് നടക്കുന്നില്ലല്ലോ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ശരിക്കും എല്ലാം കർത്താവേ നിന്റേതും ദൈവരാജ്യത്തിൻ്റെതെന്ന് പറഞ്ഞ് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അങ്ങോട്ട് വരുമ്പോൾ ആദിമസഭയിൽ സംഭവിച്ചതുപോലെ, ആദിമസഭയിൽ എന്താ സംഭവിച്ചത്? അന്ന് തന്നെ 3000-ഓളം പേര് മാമോദീസ മുങ്ങി ആ സഭയുടെ അംഗങ്ങള് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി തീർന്നു. അവരിങ്ങനെ ആഘോഷമായിട്ട് പങ്കുവെച്ച് ജീവിക്കുന്നതൊക്കെ കണ്ടപ്പോൾ രക്ഷ പ്രാപിക്കുന്നവർ അനുദിനം അവരുടെ ഗണത്തിൽ ചേർന്നുകൊണ്ടിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. ഈ 2000 കൊല്ലങ്ങൾക്ക് ശേഷവും ഇന്ന് നമ്മൾ അതുപോലെ ഒന്നങ്ങോട്ട് ആ അനുഭവത്തിലേക്ക് വളർന്ന് പങ്കുവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ദൈവരാജ്യം ഇന്ന് വരും. നമ്മുടെയൊക്കെ ചുറ്റും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ദൈവരാജ്യം അനുഭവിക്കാൻ തക്ക വിധത്തില് ഒരു കൂട്ടായ്മ, നമ്മളൊക്കെ ഓരോ കൂട്ടായ്മയുടെ ഭാഗമാകാനും നമ്മളുമായി പരിചയപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു സത്യം അനുഭവത്തിലേക്ക് വരാൻ തക്കവണ്ണം ഇവരെയൊക്കെ നമുക്കിതുപോലെ ഈ ഒരു കോഴ്സ്, ഓൺലൈൻ കോഴ്സോ ഓഫ്ലൈൻ കോഴ്സോ എല്ലാം എങ്ങനെയെങ്കിലും, അതായത് ഇവിടെ ഒരു ജോസിനും കൂടെ ശരിക്കും പരിശ്രമിച്ച് ഇടവകയില് ശരിക്കും 35 പേരുണ്ടായിരുന്നു. നല്ല ദമ്പതികളായിട്ട് തന്നെ കുറച്ച് പേര്, കുടുംബങ്ങള്, അവര്
ശരിക്കും അവർ മുമ്പോട്ട് വളരാനുള്ള പല തീരുമാനങ്ങളും ഒക്കെ എടുത്തോണ്ടാ ഇന്ന് അങ്ങോട്ട് പിരിഞ്ഞിരിക്കുന്നത്. പലതും സംഭവിക്കും. നമ്മുടെയൊക്കെ കരങ്ങളിലാണ് ഈ കൂട്ടായ്മയുടെ വളർച്ച. നമ്മുടെ സമൂഹം, നമ്മുടെ സഭ ഈ കൂട്ടായ്മയുടെ ശരിക്കും അതിന്റെ സോഴ്സാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ കൂട്ടായ്മകൾ വളരേണ്ടത്. നമ്മുടെ ഭാഗം ഇത് നമ്മുടെ കരങ്ങളിലാണ്. നമുക്ക് ചെയ്യാൻ തീരുമാനിക്കാം. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ വളരാനും കൂട്ടായ്മയെ വളർത്താനും പരസ്പരം വളർത്താനും ധാരാളം പേര് ഈ കൂട്ടായ്മയുടെ ഭാഗമാകത്തക്കവണ്ണം യോഹന്നാൻ പറഞ്ഞ പോലെ നമ്മളെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും പങ്കുവെക്കാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി സകലരെയും സഹോദരരായി കണ്ട് ഭൂമി ഒരു പൊതുഭവനമാണെന്ന ബോധത്തോടെ കൂട്ടായ്മയിൽ വളരാനും ശക്തിപ്പെടാനും അനുദിനം നാം പരിശ്രമിക്കണമെന്ന മനോഹരമായ സന്ദേശം നമുക്ക് നൽകിയ ആലിസ് കുട്ടി ആന്റിക്ക് ഒത്തിരി നന്ദി.